യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഷെമ ഇസ്രായേൽ പ്രോഗ്രാമിൻ്റെ വചന വിരുന്നിലേക്ക് സ്നേഹപൂർവ്വം വീണ്ടും നിങ്ങളെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവർ, നമ്മൾ ധ്യാനവിചിന്തനമാക്കിയ ഒരു വിഷയം, അത് നമ്മൾ തുടർന്ന് ചിന്തിക്കുകയാണ്. കാരണം വളരെയേറെ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടത് പഠിക്കാൻ നമുക്ക് ബൈബിളിലുണ്ട്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം 6-ാമത്തെ വചനത്തിൻ്റെ ആ ഒരു വെളിച്ചത്തിലാണ് നമ്മൾ ആ ധ്യാനം ആരംഭിച്ചത്. അവിടെ പറഞ്ഞിരിക്കുന്നത്, മനുഷ്യരുടെ ഇടയിൽ നിനക്ക് എത്ര വിലയുണ്ടെങ്കിലും ജ്ഞാനമില്ലെങ്കിൽ ദൈവത്തിൻ്റെ കണ്ണുകളിൽ നീ ഒന്നുമല്ല. പറയുണ്ട്, മനുഷ്യരുടെ ഇടയിൽ നമുക്ക് വിലയുണ്ടായാൽ മതിയോ? അതിനേക്കാൾ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നമ്മൾ വിലയുള്ളവരായി മാറണം. പലപ്പോഴും നമ്മൾ നമ്മുടെ പൊസിഷനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. എൻ്റെ സ്ഥാനം വേണമെങ്കിൽ സമൂഹത്തിൽ വലിയൊരു സ്ഥാനമുണ്ടാകാൻ നമുക്ക് ആഗ്രഹിച്ച് അതിനായിട്ട് ജീവിതകാലം മുഴുവൻ പ്രയത്നിക്കാം. വേണമെങ്കിൽ നമുക്ക് ദൈവത്തിൽ ഒരു നല്ല സ്ഥാനം എനിക്കുണ്ടാകണം. ഇന്ന് സമൂഹത്തിൽ വലിയ സ്ഥാനങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടായിട്ട് അത് വേണ്ട എന്ന് പറഞ്ഞ് ദൈവത്തിൽ എനിക്കൊരു സ്ഥാനം വേണം എന്ന് ചിന്തിച്ച വിശുദ്ധരുണ്ട്. വിശുദ്ധ ഫ്രാൻസിസ് സാലസ്, അദ്ദേഹത്തിനെ സെനറ്ററാക്കാനുള്ള ലക്ഷ്യത്തോടുകൂടി മുന്നോട്ട് പോയതാണ്. കുടുംബാംഗങ്ങൾ അതനുസരിച്ച് അവനെ പഠിപ്പിച്ചതാണ്. പക്ഷെ അവൻ പറഞ്ഞു, എനിക്കത് വേണ്ട, എനിക്കതിനേക്കാൾ ഒരു വൈദികനായി എനിക്ക് കർത്താവിന് വേണ്ടി ജീവിക്കണം. വിശുദ്ധ തോമസ് അക്വിനാസ്, നല്ല പഠനമുണ്ടായിരുന്നു, അറിവുണ്ടായിരുന്ന വ്യക്തി. മാതാപിതാക്കൾക്ക് അവനെക്കുറിച്ച് പദ്ധതികളുണ്ടായിരുന്നു. പക്ഷെ അവൻ പറഞ്ഞു, എനിക്കതല്ല വേണ്ടത്, എനിക്ക് ദൈവത്തെ അടുത്ത് അനുഗമിക്കണം. അങ്ങനെ ഒരു സന്യാസ ജീവിതം അവൻ ആഗ്രഹിച്ചപ്പോൾ വീട്ടുകാരെല്ലാം നഖശിഖാന്തം എതിർത്തതാണ്. എന്നിട്ട് നമ്മൾ കാണുകയാണ്, അതിനെല്ലാം അതിജീവിച്ച് മുമ്പോട്ട് പോയ ഒരു വ്യക്തിയാണ് തോമസ് അക്വിനാസ്. പറയുണ്ട്, വേണമെങ്കിൽ നമുക്ക് ദൈവത്തിലുള്ള ആ ഒരു പൊസിഷൻ അതാഗ്രഹിച്ച് അതിനായിട്ട് അധ്വാനിക്കാം. വേണമെങ്കിൽ നമുക്ക് സമൂഹത്തിൽ ഒരു പൊസിഷൻ, കുടുംബത്തിൽ ഒരു പൊസിഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മുന്നേറാൻ പറ്റും. ജ്ഞാനത്തെക്കുറിച്ച്, അറിവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ യാക്കോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഭൗതിക ജ്ഞാനത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും, പൈശാചിക ജ്ഞാനത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും, ദൈവിക ജ്ഞാനത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും. നമ്മൾ കാണുന്നുണ്ട്, യാക്കോസ്ലീഹ 3-ാം അധ്യായം അതിൻ്റെ 13 മുതൽ വായിക്കുമ്പോൾ ഈ വചനഭാഗം ഇക്കാര്യങ്ങളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കാണാൻ പറ്റും. യഥാർത്ഥ ജ്ഞാനം എന്ന തലക്കെട്ടിൻ്റെ കീഴെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറയാണ്, ഭൗതിക ജ്ഞാനം, നമുക്ക് ബുദ്ധിയുടെ തലത്തിൽ ഒരുപാട് അറിവ് സമ്പാദിക്കാം. പ്രഭാഷകൻ 34-ന്റെ 9-10 വചനങ്ങൾ എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ബുദ്ധിയുടെ തലത്തിലുള്ള അറിവിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് അനുഭവജ്ഞാനം. അതില്ലാത്തവർക്ക് അറിവ് കുറയും. ലൗകിക ജ്ഞാനത്തെ ദൈവം കാണുന്നത് ഭോഷത്വമായിട്ടാണ്. നമ്മൾ കാണുന്നുണ്ട് 1 കൊരിന്തോസ് 3-ാം അധ്യായം
19 വചനം പറയുന്നുണ്ട്, എവിടെയാണ് നമുക്കൊരു നല്ല പൊസിഷൻ ഉണ്ടാകേണ്ടത്, സ്ഥാനമുണ്ടാകേണ്ടത് എന്ന് നമ്മൾ അറിഞ്ഞ് അതനുസരിച്ച് ആ ഒരു പൊസിഷന് വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. ഇവിടെ നമ്മൾ കാണുന്നുണ്ട് ഈ 2 ജ്ഞാനങ്ങൾ ഇത് വേർതിരിച്ച് കാണിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവൻ ആരാണ്? അവൻ നല്ല പെരുമാറ്റം വഴി വിവേകജന്യമായ വിനയത്തോടെ തൻ്റെ പ്രവൃത്തികളെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കട്ടെ. ഇനി ഇതിൻ്റെ വെളിച്ചത്തിൽ ഈ ജ്ഞാനത്തെ വേർതിരിച്ച് കാണിക്കുന്ന യാക്കോബ് ശ്ലീഹായെ നമുക്കിവിടെ കാണാൻ പറ്റും. 15 വചനം, ഈ ജ്ഞാനം ഉന്നതത്തിൽ നിന്ന് ഉള്ളതല്ല, മറിച്ച് ഭൗമികവും സ്വാർത്ഥപരവും പൈശാചികവുമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലൗകിക ജ്ഞാനം, പൈശാചിക ജ്ഞാനം, ദൈവിക ജ്ഞാനം, ഇവ മൂന്നും വേർതിരിച്ച് കാണാൻ നമുക്ക് സാധിക്കണം. ഇനി 17 വചനം പറയാണ്, ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം, ദൈവിക ജ്ഞാനം ഒന്നാമത് ശുദ്ധവും പിന്നെ സമാധാനപൂർണവും വിനീതവും വിധേയത്വമുള്ളതും കാരുണ്യവും സൽഫലങ്ങളും നിറഞ്ഞതുമാണ്. എന്തുമാത്രം കാര്യങ്ങളാണ് ഈ ദൈവിക ജ്ഞാനത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നീ വചനഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രിയപ്പെട്ടവർ, നമ്മൾ ഏതാനും വചനഭാഗങ്ങൾ സഭാപ്രസംഗങ്ങളിൽ നിന്നും ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്നും നമ്മൾ 10-15 വചനങ്ങൾ കണ്ടു കഴിഞ്ഞതാണ്. നമുക്കിനി കുറച്ച് കൂടുതൽ വചനങ്ങൾ ജ്ഞാനത്തിൻ്റെ വൈശിഷ്ട്യത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്ന വചനങ്ങൾ പരിചയപ്പെട്ടിരിക്കാം. ഒന്നാമതായിട്ട് നമുക്കെടുക്കാവുന്ന ഒരു വചനമാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായം 23-ാമത്തെ വചനം. ജ്ഞാനം അക്ഷയനിധി എന്ന ആ പുസ്തകം എഴുതാൻ എനിക്ക് പ്രചോദനം ലഭിച്ചത് ഈ ഒരൊറ്റ വചനം മൂലമാണ്. ഞാൻ എൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ബൈബിൾ തുറന്ന് വചനം വായിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരിക്കൽ ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയത് ഈ ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായം വായിച്ച് 23-ാമത്തെ വചനത്തിലേക്ക് വന്നിട്ട് പിന്നെ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റിയില്ല. ഒരു പ്രത്യേക അനുഭവം. അതിന് ശേഷം ഞാൻ ആ വചനഭാഗം വീണ്ടും വായിച്ചു എന്നിട്ട് അത് എണ്ണി നോക്കി. ജ്ഞാനത്തിൻ്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞിരിക്കുന്ന 21 കാര്യങ്ങൾ അവിടെ എനിക്ക് കണ്ടെത്താൻ പറ്റി. അവളുടെ ചൈതന്യം എന്നാരംഭിക്കുന്ന ഒരു വചനഭാഗമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് അവളുടെ ചൈതന്യം വിവേകമുള്ളതും വിശുദ്ധവും അതുല്യവും ബഹുമുഖവും സൂക്ഷ്മവും ചലനാത്മകവും സ്പഷ്ടവും നിർമ്മലവും വ്യതിരിക്തവും ക്ഷതമേൽപ്പിക്കാനാവാത്തതും നന്മയെ സ്നേഹിക്കുന്നതും തീക്ഷ്ണവും അപ്രതിരോധ്യവും ഉപകാരപ്രദവും ആർദ്രവും സ്ഥിരവും ഭദ്രവും ഉത്കണ്ഠയിൽ നിന്ന് മുക്തവും സർവശക്തവും സകലത്തെയും അതിജീവിക്കുന്നതും ഛേദനകളിലേക്ക് ചൂഴ്ന്നിറങ്ങുന്നതുമാണ്. എന്ത് വിശിഷ്ടമായ കാര്യങ്ങളാണ് ഈ ജ്ഞാനത്തെക്കുറിച്ച് ഈ ഒരൊറ്റ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. 21 സവിശേഷതകൾ ആണ്. പ്രിയപ്പെട്ടവരെ, ഈ ജ്ഞാനത്തെക്കുറിച്ച് നമ്മൾ അറിയാതെ പോകരുത്. ഈ ജ്ഞാനത്തിൻ്റെ അഭിഷേകം നമ്മൾ പ്രാപിക്കാതെ പോകരുത് എന്നത് ഈ ഒറ്റ വചനം തന്നെ നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. സുഭാഷിതങ്ങൾ 14:24 എടുത്താൽ സുഭാഷിതങ്ങൾ 14:24 പറയുന്നുണ്ട്, ജ്ഞാനമാണ് വിവേകികളുടെ കിരീടം. വേണമെങ്കിൽ ലോകം നമുക്കൊരു കിരീടം തരാനൊക്കെ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചേക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ പുറവെ ചില പദവികളുടെ പുറകെയൊക്കെ നമ്മൾ ഓടി നടന്നെന്ന് വന്നേക്കാം. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ജ്ഞാനമാണ് വിവേകികളുടെ കിരീടം. സുഭാഷിതങ്ങൾ 21:20 വായിച്ചാൽ, ജ്ഞാനിയുടെ ഭവനത്തിൽ അമൂല്യനിധികളുണ്ടാകും. ജ്ഞാനമില്ലാത്തവർക്ക് ആ നിധി ഉണ്ടാകണമെന്നില്ല. അമൂല്യനിധികൾ ഉണ്ടാകുന്നത് ജ്ഞാനികളുടെ ഭവനത്തിലാണ്. വീണ്ടും സുഭാഷിതങ്ങൾ 22:3 വായിച്ചാൽ, ജ്ഞാനി ആപത്ത് കണ്ടറിഞ്ഞ് ഒഴിഞ്ഞു മാറും. ജ്ഞാനമില്ലാത്തവർ ആപത്തിൽ ചെന്നുപെടും, എന്നിട്ട് അതേക്കുറിച്ച് പരിതപിക്കും. ജ്ഞാനമുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ആപത്ത് കണ്ടറിഞ്ഞ് അതിൽ നിന്നും ഒഴിഞ്ഞു മാറും. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് സുഭാഷിതങ്ങൾ
28-ന്റെ 26-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, ജ്ഞാനമാർഗത്തിൽ ചരിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് സുരക്ഷിതത്വം, സെക്യൂരിറ്റി. ഇനി അതിന് ജ്ഞാനമാർഗത്തിൽ നമ്മൾ ചരിക്കണം. അതല്ലാതെ ഭോഷത്വത്തിലല്ല നമ്മൾ ജീവിക്കേണ്ടത്, ഭോഷന്മാരായിട്ടല്ല നമ്മൾ നിലകൊള്ളേണ്ടത് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലെ ഏതാനും വചനഭാഗങ്ങൾ കൂടി നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലതാണ്. ജ്ഞാനം 7-ാം അധ്യായം 24-ാമത്തെ വചനം. 23-ൽ നമ്മൾ കണ്ടു 21 സവിശേഷതകളെ. 24-ാമത്തെ വചനം പറയുകയാണ്, എല്ലാ ചലനങ്ങളെയുംകാൾ ചലനാത്മകമാണ് ജ്ഞാനം. എല്ലാ ചലനങ്ങളെയുംകാൾ ചലനാത്മകമാണ് ജ്ഞാനം. അതാണ് ഈ വചനം പറയുക. ജ്ഞാനത്തിൻ്റെ പുസ്തകം 7:28 വായിച്ചാൽ, ദൈവം മറ്റെന്തിനേക്കാൾ ഉപരിയായി ജ്ഞാനിയെ സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം കിട്ടാനും ദൈവത്തിൻ്റെ കണ്ണുകളിൽ വിലയുള്ളവരാകാനും ജ്ഞാനികളായിട്ട് നമ്മൾ മാറണം എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 7:29 എടുത്താൽ, ജ്ഞാനം 7:29, ജ്ഞാനത്തിന് സൂര്യനേക്കാൾ സൗന്ദര്യമുണ്ട്. പറയുന്നുണ്ട്, സൗന്ദര്യം ആഗ്രഹിക്കുന്നവർ മറ്റു കാര്യങ്ങളെക്കാളൊക്കെ ഉപരിയായിട്ട് അവർ ശ്രദ്ധിക്കേണ്ടത് ജ്ഞാനിയാകാനാണ്. ജ്ഞാനിക്ക് സൂര്യനേക്കാൾ സൗന്ദര്യമുണ്ട്. നമ്മൾ കാണുന്നുണ്ടല്ലോ, ഈ പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം എടുക്കുമ്പോൾ മോശയുടെ മുഖം തേജോമയമായി. ഇനി അവനെ നോക്കി നിൽക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. സൂര്യൻ ഉദിച്ച് നിൽക്കുമ്പോൾ സൂര്യനെ നോക്കാൻ പറ്റാത്തതുപോലെ അതുപോലെ അവൻ്റെ മുഖം തേജോമയമായി എന്ന് ഈ അധ്യായം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 15-ാം അധ്യായം 10-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്, ജ്ഞാനത്തിൻ്റെ ബഹിർസ്ഫുരണമാണ് സ്തോത്രഗീതം. ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കുന്നത് വലിയൊരു കാര്യമാണ്. സങ്കീർത്തനം 22:3 പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേലിൻ്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ വസിക്കുന്നവനാണ് നമ്മുടെ ദൈവം. അപ്പം അതുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വന്ന് വസിക്കും, നമ്മുടെ പ്രാർത്ഥനയിൽ വന്ന് വസിക്കും. അതിന് ജ്ഞാനികളായിട്ട് നമ്മൾ മാറണം. ജ്ഞാനത്തിൻ്റെ ബഹിർസ്ഫുരണമാണ് സ്തോത്രഗീതം. ദൈവാനുഭവമുണ്ടായ ഒരു വ്യക്തിയെ പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞ് നിർബന്ധിക്കേണ്ട കാര്യമില്ല. ദൈവത്തെ സ്തുതിക്കാൻ അവർ അത് ചെയ്തിരിക്കും. ദൈവാനുഭവത്തിൽ നിന്ന് സ്വാഭാവികമായിട്ട് ഉരുത്തിരിയുന്ന ഒന്നാണ് ഈ ദൈവസ്തുതി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. പ്രഭാഷകൻ 14-ാം അധ്യായം 20-ാമത്തെ വചനം എടുത്താൽ, പ്രഭാഷകൻ 14:20 വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ജ്ഞാനത്തിൽ മനസ്സുറപ്പിച്ച് ബുദ്ധിപൂർവം ചിന്തിക്കുന്നവൻ അനുഗ്രഹീതൻ. ജ്ഞാനത്തിൽ മനസ്സുറപ്പിച്ച് ബുദ്ധിപൂർവം ചിന്തിക്കണം. അങ്ങനെയുള്ളവൻ അനുഗ്രഹീതൻ എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രഭാഷകൻ 37:21 വായിച്ചാൽ, ജ്ഞാനം ദൈവാനുഗ്രഹത്തിന് വഴി തുറക്കും. ഒന്നിലും ജ്ഞാനമില്ലാത്തവരെ ദൈവം അനുഗ്രഹിക്കത്തില്ല. ഒന്നിലും ജ്ഞാനമില്ലാതിരുന്നതിനാൽ ദൈവം അവരെ അനുഗ്രഹിച്ചില്ല എന്നുള്ളതാണ് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. പ്രഭാഷകൻ 37:21. പ്രഭാഷകൻ 37:24 കൂടി എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ജ്ഞാനിയുടെ മേൽ സ്തുതി കുന്നുകൂടും. അപ്രീസിയേഷൻ കിട്ടാൻ നമ്മൾ ആരുടെയെങ്കിലും കാല് പിടിച്ച് നടക്കേണ്ട കാര്യമില്ല, എന്തെങ്കിലും തിരിമറി കാണിക്കേണ്ട കാര്യമില്ല. ഇഷ്ടം പോലെ അപ്രീസിയേഷൻ നമുക്ക് കിട്ടിക്കൊള്ളും നമ്മൾ ജ്ഞാനികളായിട്ട് മാറുമ്പോൾ. 37-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വചനം, പ്രഭാഷകൻ 37:26 പറഞ്ഞിരിക്കുന്നത്, ജ്ഞാനി സ്വജനമധ്യേ ആദരിക്കപ്പെടും. അവർക്ക് സ്വജനം വേണേ അവരുടെ കുടുംബത്തിലുള്ളവരായിരിക്കാം, സമൂഹത്തിലുള്ളവരായിരിക്കാം, അവരെ ആദരിക്കും എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ദാനിയേലിൻ്റെ പുസ്തകം 12-ാം അധ്യായം അവിടെ പറഞ്ഞിട്ടുണ്ട്, ജ്ഞാനികൾ ആകാശവിധാനത്തെ പ്രഭ പോലെ പ്രശോഭിക്കും. എത്ര മനോഹരമായ ഒരു കാര്യമാണ് ജ്ഞാനികൾക്ക് സംഭവിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അവസാനത്തെ 15-ാമത്തെ വചനം, സുഭാഷിതങ്ങൾ 8:11, ജ്ഞാനം രത്നങ്ങളെക്കാൾ വിലയുള്ളതാണ്.
നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒന്നിനും അതിൻ്റെ മൂല്യം വരത്തില്ല. പറയുകൊണ്ട് നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ജ്ഞാനത്തിൻ്റെ മൂല്യം വെച്ച് നോക്കുമ്പോൾ അവ ഒന്നുമല്ല എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളിനി ചിന്തിക്കാൻ പോകുന്നത് ജ്ഞാനസമ്പാദനത്തിന് തടസ്സമായി നിൽക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. വചനം അവ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ജ്ഞാനസമ്പാദനത്തിന് തടസ്സമാകാവുന്നവ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലോ കുടുംബങ്ങളിലോ കിടപ്പുണ്ടെങ്കിൽ, സ്ഥാനം പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജ്ഞാനാഭിഷേകം ഏറ്റെടുക്കാൻ പറ്റില്ല. പറയുകൊണ്ട് അവിടെ മാറ്റം വരുത്തേണ്ടിടത്ത് നമ്മൾ മാറ്റം വരുത്താൻ തയ്യാറാകണം. അതിലാദ്യത്തേത്, അഹങ്കാരികൾക്ക് ദൈവിക ജ്ഞാനം അപ്രാപ്യമാണ്. നമ്മളിത് വായിക്കുന്നത് പ്രഭാഷകൻ 15:8 വചനത്തിലാണ്. അഹങ്കാരികൾക്ക് ദൈവിക ജ്ഞാനം പ്രതീക്ഷിക്കാൻ പറ്റില്ല. അവരുടെ ജീവിതത്തിലേക്ക് ജ്ഞാനത്തിൻ്റെ അഭിഷേകം വരില്ല എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമത്തെ കാര്യമാണ് മലിനത, ഡിഫൈൽമെൻറ്റ്, മലിനത. ജ്ഞാനം 7-ാം അധ്യായം 25-ാമത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മലിനമായ ഒന്നിലും ജ്ഞാനം പ്രവേശിക്കില്ല. പറയുകൊണ്ട് നമ്മളെ വിശുദ്ധീകരിച്ചാലേ ഈ ദൈവിക ജ്ഞാനം നമുക്ക് ഏറ്റെടുക്കാൻ പറ്റും. മൂന്നാമത്തേതാണ് വ്യഗ്രത. പ്രഭാഷകൻ 38:24 പറഞ്ഞിട്ടുണ്ട്, വ്യഗ്രതയൊഴിഞ്ഞാലേ ജ്ഞാനം നമ്മുടെ ജീവിതത്തിലേക്ക് ചേക്കേറൂ. കപടത ജ്ഞാനത്തിനൊരു തടസ്സമാണ്. ജ്ഞാനം 1:4 വായിച്ചാൽ കാണാൻ സാധിക്കും, കപടഹൃദയത്തിൽ ജ്ഞാനം പ്രവേശിക്കില്ല. അലസത മറ്റൊരു തടസ്സമാണ്. പ്രഭാഷകൻ 33:28 വായിച്ചാൽ അലസത തിന്മകൾ വളർത്തും. വിശുദ്ധ അംബ്രോസ് പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടുന്നത് അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തികളിലേക്കാണ്, അല്ലാതെ ഉറക്കം തൂങ്ങികളിലേക്കല്ല. പറയുണ്ട് അലസത ഇതിനൊരു തടസ്സമാകും. മറ്റൊന്ന് ഹീനമായ അസൂയ. ജ്ഞാനം 6:23 വായിച്ചാൽ ഹീനമായ അസൂയ ഉള്ളിടത്ത് ജ്ഞാനം പ്രവേശിക്കില്ല. മറ്റൊന്ന് പ്രഭാഷകൻ 15:7 വായിച്ചാൽ കാണാൻ സാധിക്കും, ഭോഷത്വം ജ്ഞാനത്തിന് തടസ്സമാണ്. സുഭാഷിതങ്ങൾ 24:7 വായിച്ചാൽ ജ്ഞാനം ഭോഷന് കയ്യെത്താ ദൂരത്താണ്. പറയുണ്ട് അവർക്ക് ജ്ഞാനം സമ്പാദിക്കാൻ സാധ്യമല്ല. പ്രഭാഷകൻ 15:8 വായിച്ചാൽ നുണ, അസത്യം ഇങ്ങനെയുള്ളവ ജ്ഞാനസമ്പാദനത്തിന് തടസ്സമാണ്. പ്രഭാഷകൻ 1:28 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, വിഭക്ത ഹൃദയം, ഭക്തിയില്ലാത്ത ഹൃദയം ജ്ഞാനത്തിന് തടസ്സമാണ്. പ്രഭാഷകൻ 1:27 കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനവും പ്രബോധനവും പകരും എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്നാണ് സുഭാഷിതങ്ങൾ 8:12 നമ്മൾ കാണുക, അവിവേകം ജ്ഞാനത്തിന് തടസ്സമാണ്. ജ്ഞാനത്തിൻ്റെ വാസം വിവേകത്തിലാണ്. മൗഢ്യം മറ്റൊരു തടസ്സമാണ്. സഭാപ്രസംഗൻ 10:1 വായിച്ചാൽ സുഗന്ധദ്രവ്യത്തിൻ്റെ സുഗന്ധം കെടുത്തുന്ന ചത്ത ഈച്ചയെ പോലെയാണ് മൗഢ്യം പ്രവർത്തിക്കുന്നത്. അവസാനത്തേത് തന്നിഷ്ടം. തന്നിഷ്ടം പ്രവർത്തിക്കുന്നവർക്ക് ജ്ഞാനത്തിൻ്റെ അഭിഷേകം പ്രതീക്ഷിക്കാനാവില്ല. സുഭാഷിതങ്ങൾ 29:15 വചനം പറയുന്നത് തന്നിഷ്ടം അപമാനം വരുത്തുന്ന കാര്യമാണ്, ജ്ഞാനാഭിഷേകത്തിന് അത് തടസ്സവുമാവും. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിലിരുന്ന് ഈ നിധി, ജ്ഞാനമാകുന്ന നിധി, അതിൻ്റെ അഭിഷേകം ആഗ്രഹിച്ച് നമുക്കിനി പ്രാർത്ഥിക്കാം. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യം നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും. അബോധ്യത്തോടെ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കേണ്ടതുപോലെ നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഏത് അവസ്ഥയിലേക്കും ദൈവം തൻ്റെ ശക്തി അയക്കും. നമുക്കിന്ന് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു തിരിച്ചറിവ്, മനുഷ്യർ നമ്മെക്കുറിച്ച് എന്ത് പറയുന്നു എന്നതിനേക്കാൾ ദൈവം നമ്മെക്കുറിച്ച് എന്ത് പറയുന്നു. യേശുവിനെക്കുറിച്ച് പിതാവായ ദൈവം പറഞ്ഞൊരു കാര്യമാണ്,
ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ദൈവമക്കളായ നമ്മുടെ പ്രയത്നം ഇതുപോലെ പിതാവായ ദൈവത്തെ കൊണ്ട് നമ്മളെക്കുറിച്ചൊന്ന് പറയിപ്പിക്കുക എന്നതായിരിക്കണം. സമൂഹത്തിൽ എത്ര വിലയുള്ളവരാണെങ്കിലും ദൈവിക ജ്ഞാനമില്ലാത്തവരെങ്കിൽ നാം ദൈവത്തിൻ്റെ കണ്ണുകളിൽ വിലപ്പെട്ടവരല്ല. ആ ബോധ്യത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു തിരിച്ചറിവ് തന്ന് അതിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കുവാൻ ആവശ്യമായ അഭിഷേകം നൽകുവാൻ ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ മുമ്പിലുണ്ട്. ആ ദൈവത്തെ നമുക്ക് അല്പസമയം സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ തിരുഹൃദയത്തിൽ ഞങ്ങൾക്ക് അഭയം തരണമേ. അവിടുത്തെ ഹൃദയത്തിൽ ഞങ്ങൾക്ക് സ്ഥാനം നൽകണമേ. ഞങ്ങളുടെ ഹൃദയം ജ്ഞാനമുള്ള ഹൃദയമാക്കി അങ്ങ് മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ആരാധനയിൽ നമ്മെ സഹായിക്കാൻ നമ്മൾ എടുക്കുന്ന ഒരു വചനഭാഗം 1 കൊറിന്തോസ് 1 അധ്യായത്തിൻ്റെ 27 വചനമാണ്. 1 കൊറിന്തോസ് 1:27 നമ്മൾ വായിക്കുന്നത്, വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായവരെ തിരഞ്ഞെടുത്തു. ലോകം ജ്ഞാനികളെന്ന് കണ്ടിരുന്നവരും ഭോഷന്മാരെന്ന് കണ്ടിരുന്നവരും. ഇവിടെ ദൈവം ഈ ഭോഷന്മാരെ തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടിയായിരുന്നു? വിജ്ഞാനികളെന്ന് ലോകം കണ്ടിരുന്നവരെ ലജ്ജിപ്പിക്കാൻ. 29 വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, എന്തിനാണ് ദൈവം ഇത് ചെയ്തത്? ആരും ദൈവസന്നിധിയിൽ അഹങ്കരിക്കാതിരിക്കേണ്ടതിന്. ദൈവിക ജ്ഞാനമുള്ള ഒരു വ്യക്തിയും ഒരു കാലത്തും അവരുടെ ജീവിതത്തിൽ ഒരു വിധത്തിലും അഹങ്കരിക്കില്ല. ദൈവത്തെ അറിഞ്ഞവർക്ക്, ദൈവിക ജ്ഞാനത്തിൽ ജീവിക്കുന്നവർക്ക് അഹങ്കരിക്കാൻ പറ്റില്ല. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ആരും ദൈവസന്നിധിയിൽ അഹങ്കരിക്കാതിരിക്കേണ്ടതിനാണ് ദൈവം ഇപ്രകാരം ചെയ്തത്. ലോകദൃഷ്ടിയിൽ ഭോഷന്മാരെന്ന് ലോകം കരുതിയിരുന്നവരെ ദൈവം തിരഞ്ഞെടുത്തു. അവരെ ജ്ഞാനം കൊണ്ട് അഭിഷേകം ചെയ്തു. അപ്പോൾ ലോകദൃഷ്ടിയിൽ വിജ്ഞാനികളെന്ന് കരുതപ്പെട്ടിരുന്നവരെ ലജ്ജിപ്പിക്കാൻ ഇവർക്ക് സാധിച്ചു. അല്പസമയം കണ്ണുകളൊന്ന് അടയ്ക്കുക, ഹൃദയത്തിലേക്കൊന്ന് എത്തി നോക്കുക. നമ്മുടെയൊക്കെ ശ്രദ്ധ എവിടെയാണ്? ലോകം ശ്രദ്ധിക്കപ്പെടുന്നവരാകണം, അതാണോ? ദൈവം ശ്രദ്ധിക്കപ്പെടുന്നവരാകണം, അതാണോ? നമ്മളൊക്കെ ഒരു സ്ഥാനം കൊതിക്കുന്നത് ദൈവത്തിലാണോ അതോ ലോകത്തിലാണോ? തിരുത്താൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തിരുത്തണം. നമുക്കതിനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അതിന് തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അളവറ്റ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് നിറയുന്ന അനുഭവം ഉണ്ടാകും. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും, പ്രത്യേകിച്ച് ഒരു ആത്മീയ അഭിഷേകം, ആത്മീയ സമ്പത്ത് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവേ, അവിടുത്തെ ശക്തിക്കായി പ്രാർത്ഥിക്കുന്നു, അഭിഷേകത്തിനായി പ്രാർത്ഥിക്കുന്നു. ലൗകിക സമ്പത്തിനേക്കാൾ ആത്മീയ സമ്പത്തുള്ളവരാകുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ജ്ഞാനമുള്ള ഹൃദയത്തിൻ്റെ ഉടമകളായി മാറുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിലൂടെ വിവേകപൂർവ്വം ജീവിക്കുവാൻ കർത്താവെ, അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ അങ്ങയ്ക്ക് വേണ്ടി നിലകൊള്ളുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഇവരുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് ഇപ്പോൾ ഏറ്റെടുത്ത് നടത്തി കൊടുക്കണമേ. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ നാമത്തിൽ പൗരോഹിത്യ അധികാരത്തിൽ കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.